ഗുഡ് മോർണിംഗ് കേരള. ഇന്ന് ഡിസംബർ 30. വാർത്ത മോർണിംഗ് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ലൈംഗികാതിക്രമം. മലയാളിയായ വൈദികൻ കാനഡയിൽ അറസ്റ്റിൽ. പ്രായപൂർത്തിയാകാത്തവർക്കെതിരായ ലൈംഗികാതിക്രമ കേസിൽ കേരളത്തിൽ നിന്നുള്ള കത്തോലിക്ക വൈദികനെ കാനഡ പോലീസ് അറസ്റ്റ് ചെയ്തു. ലൈംഗിക ചുവയോടെയുള്ള ഇടപെടൽ ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകളാണ് ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അറസ്റ്റിന് പിന്നാലെ സഭ ഇദ്ദേഹത്തെ ഔദ്യോഗിക ചുമതലകളിൽ നിന്ന് നീക്കം ചെയ്തു. നിയമ നടപടികൾ കാനഡയിൽ പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രിക്കെതിരായ പോസ്റ്റ്. കോൺഗ്രസ് നേതാവിനെ പോലീസ് ചോദ്യം ചെയ്തു. ശബരിമല സ്വർണമോഷണ കേസിലെ പ്രതിക്കൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിൽക്കുന്ന ചിത്രം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച സംഭവത്തിൽ കോൺഗ്രസ് നേതാവിനെ കോഴിക്കോട് പോലീസ് ചോദ്യം ചെയ്തു. ചിത്രം എഡിറ്റ് ചെയ്തതാണോ അതോ യഥാർത്ഥമാണോ എന്ന് പരിശോധിക്കാൻ പോലീസ് സൈബർ വിഭാഗത്തിന്റെ സഹായം തേടിയിട്ടുണ്ട്. അമിത ആത്മവിശ്വാസം തിരിച്ചടിയായി. തുറന്നു സമ്മതിച്ച് CPIM. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണം അമിത ആത്മവിശ്വാസമാണെന്ന് CPIM സംസ്ഥാന നേതൃത്വം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഉയർന്നുവന്ന തെറ്റായ പ്രചാരണങ്ങളെ പ്രതിരോധിക്കുന്നതിൽ വീഴ്ച പറ്റി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ജനങ്ങളുമായുള്ള ബന്ധം താഴെത്തട്ടിൽ ശക്തിപ്പെടുത്താൻ പാർട്ടി തീരുമാനിച്ചു. സംസ്ഥാന വ്യാപകമായി വിജിലൻസ് ഓപ്പറേഷൻ ബാർ. കനത്ത പരിശോധന. സംസ്ഥാനത്തെ ബാറുകളിലും എക്സൈസ് ഓഫീസുകളിലും വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ മിന്നൽ പരിശോധന നടത്തി. വ്യാജമദ്യ വിതരണവും ഉദ്യോഗസ്ഥ അഴിമതിയും തടയുന്നതിന്റെ ഭാഗമായാണ് ഓപ്പറേഷൻ ബാർ സംഘടിപ്പിച്ചത്. പരിശോധനയിൽ പിടിച്ചെടുത്ത സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചു. തിരുവനന്തപുരത്ത് 202 കോടിയുടെ ഡിജിറ്റൽ സയൻസ് പാർക്ക് വരുന്നു. കേരളത്തിന്റെ IT മേഖലയ്ക്ക് കരുത്തേകാൻ തിരുവനന്തപുരത്ത് 202 കോടി രൂപ ചെലവിൽ ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥാപിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, സെമി കണ്ടക്ടർ സാങ്കേതികവിദ്യ എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന പദ്ധതിയുടെ നിർമ്മാണം 2026 ഫെബ്രുവരിയിൽ ആരംഭിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. കൊച്ചി ബ്രോഡ്വേയിൽ തീപിടുത്തം. 12ഓളം കടകളുകൾ കത്തിനശിച്ചു. കൊച്ചിയിലെ പ്രമുഖ വ്യാപാര കേന്ദ്രമായ ബ്രോഡ്വേയിൽ ചൊവ്വാഴ്ച പുലർച്ചെയുണ്ടായ വൻ തീപിടുത്തത്തിൽ വൻ നാശനഷ്ടം. 12ഓളം കടകൾ പൂർണ്ണമായും കത്തിനശിച്ചു. ഫയർഫോഴ്സിന്റെ 10ഓളം യൂണിറ്റുകൾ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്ന് പ്രാഥമിക നിഗമനം. കരിയാത്തുംപാറയിൽ 1-ാം ക്ലാസ്സുകാരി മുങ്ങിമരിച്ചു. കോഴിക്കോട് ബാലുശ്ശേരിക്കടുത്ത് കരിയാത്തുംപാറ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ വിനോദസഞ്ചാരത്തിനെത്തിയ 1-ാം ക്ലാസ്സുകാരി പുഴയിൽ മുങ്ങിമരിച്ചു. ഫറോക്ക് സ്വദേശികളായ അഹമ്മദ് നസീമ ദമ്പതികളുടെ മകൾ അബ്രാറാണ് മരിച്ചത്. മുൻ നിയമസഭാംഗം PM മാത്യു അന്തരിച്ചു. മുൻ കടുത്തുരുത്തി MLA PM മാത്യു അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. രാഷ്ട്രീയ സാമൂഹിക മേഖലയിലെ നിരവധി പ്രമുഖർ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ശബരിമല സ്വർണമോഷണം. പ്രത്യേക സംഘം ഇന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും. ഏറെ വിവാദമായ ശബരിമല സ്വർണമോഷണ കേസിലെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. കേസിൽ ഉൾപ്പെട്ട മറ്റു പ്രതികളെ തിരിച്ചറിയാൻ വിശദമായ ചോദ്യം ചെയ്യലുകൾ തുടരുകയാണ്. കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് അംഗം N. വിജയകുമാറിനെ ജനുവരി 12 വരെ റിമാൻഡ് ചെയ്തു. മുൻ ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് എല്ലാം നടന്നതെന്ന വിജയകുമാറിന്റെ മൊഴി പുറത്തുവന്നതോടെ അന്വേഷണം പുതിയ തലത്തിലേക്ക് കടന്നു. 93ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം. രാവിലെ 7:30 ധർമ്മസംഘം. ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പതാക ഉയർത്തിയതോടെ ചടങ്ങുകൾക്ക് ആരംഭമായി. തീർത്ഥാടന സമ്മേളനം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര അർലേക്കർ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. വാർത്ത തുടരും. സൈനിങ് ഓഫ്.